വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് വാഗാബോണ്ട്. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഉമ്മൽ പൽമ ബീച്ച് റിസോർട്ടിലേക്കാണ്. ഒരു ഈജിപ്ഷ്യൻ വൈബിലാണ് ഈ റിസോർട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ റിസോർട്ട് ഒന്ന് ചുറ്റി കണ്ടിട്ട് വരാം. റിസോർട്ടിൻ്റെ എൻട്രൻസ് ഡ്രൈവേയുടെ രണ്ട് സൈഡിലുമായിട്ട് ഡോൾഫിൻ, മെർമെയ്ഡ് അതിൻ്റെ എല്ലാം സ്റ്റാച്യൂസ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റിസോർട്ടിൻ്റെ ഉള്ളിൽ വാളിലെല്ലാം അവർ ഈജിപ്ഷ്യൻ പെയിൻറ്റിങ്സ് ആണ് ചെയ്തിരിക്കുന്നത്. റിസോർട്ടിൻ്റെ ബാക്ക് സൈഡിൽ ഈ ബ്യൂട്ടിഫുൾ ബീച്ചാണുള്ളത്. ഈ ബീച്ചിൻ്റെ അറ്റത്തായിട്ട് നമുക്ക് മാൻഗ്രോവ്സ് കാണാൻ പറ്റും. ഇവിടെ ബോട്ടിംഗ് ഫെസിലിറ്റീസ് ഉണ്ട്. ഈ റിസോർട്ടിൻ്റെ മറ്റൊരു അട്രാക്ഷനാണ് ബീച്ച് ഫേസിംഗ് ആയിട്ടുള്ള ഈ വില്ലാസ്. വിൻ്റർ സീസണിൽ ഫാമിലി ആയിട്ടോ ഗ്രൂപ്പായിട്ടോ വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്റ്റേക്കേഷൻ സ്പോട്ടാണ്. ഈ റിസോർട്ടിനോട് ചേർന്ന് തന്നെ ഇവരുടെ തന്നെ ബൗളിംഗ് ക്ലബ്ബ് ഉണ്ട്. റിസോർട്ടിനേക്കാൾ കൂടുതൽ ഈജിപ്ഷ്യൻ സ്കൾപ്ചേഴ്സ് ഉള്ളത് ഈ ബൗളിംഗ് ക്ലബ്ബിലാണ്. ബൗളിംഗ് സെന്ററിലേക്കുള്ള ഡ്രൈവ് വേ ആണിത്. ബൗളിംഗ് ക്ലബിൻ്റെ പാർക്കിംഗ് ലോട്ടിൽ നിന്ന് തന്നെയാണ് നമുക്ക് പൽമ ബീച്ച് റെസ്റ്റോറൻറ്റിലേക്കുള്ള എൻട്രൻസും. ബീച്ച് ഫേസിംഗ് റെസ്റ്റോറൻറ്റ് മാത്രമല്ല, ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റും ഇവിടെയുണ്ട്.
നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. ഒരു ഈവനിംഗ് ഒക്കെ നന്നായി സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ബർത്ത്ഡേ പാർട്ടീസും ഫങ്ഷൻസും ഒക്കെ നടത്താൻ പറ്റിയ ആംബിയൻസ് ആണ് കേട്ടോ. ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ള ഷീഷയാണ് ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷൻ. ഇവിടെ മെയിനായിട്ട് ഫാമിലീസും ലേഡീസുമാണ് കസ്റ്റമേഴ്സ്. അതുകൊണ്ട് തന്നെ ഒരു ഫാമിലി ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറാണ്. ഒതൻറ്റിക് അറബിക്കും ഇൻ്റർനാഷണൽ കുസീനുമാണ് ഇവിടെയുള്ളത്. ഫാമിലി ആയിട്ടോ ഗ്രൂപ്പായിട്ടോ പോയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. Thank you for watching. We'll see you soon.